ഹലോ, അസ്സലാമു അലൈക്കും. ഏവർക്കും കളർഫുൾ ഇ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. UP ലെവൽ അൽമാഹിർ എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. മുൻവർഷങ്ങളിൽ 4 ജില്ലകളിൽ മാത്രമാണ് അൽമാഹിർ എക്സാം നടത്തിയിരുന്നത്. ഈ വർഷം കേരളത്തിലെ മുഴുവൻ ജില്ലകളിലും ഈ എക്സാം നടക്കുന്നുണ്ട്. LP ലെവലിൽ 4ാം ക്ലാസ്സിലെ കുട്ടികൾക്കാണ് അവസരമുണ്ടാവുക. UP ലെവലിൽ 7ാം ക്ലാസ്സിലെ കുട്ടികൾക്കും ഹൈസ്കൂളിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കുമാണ് സ്കോളർഷിപ്പ് എഴുതാനുള്ള അവസരമുണ്ടാവുക. UP ലെവലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ 7ാം ക്ലാസ്സിലെ ആദ്യത്തെ 2 യൂണിറ്റിൽ നിന്നും 6ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കും ബേസ് ചെയ്തിട്ടായിരിക്കും ചോദ്യങ്ങൾ ഉണ്ടാവുക. ഒക്ടോബർ 3 സ്കൂൾ തല എക്സാം നടക്കുന്നത്. അതിൽ 70% മുകളിൽ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്കാണ് ഫൈനൽ പരീക്ഷ എഴുതാനുള്ള അവസരം ലഭിക്കുക. ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഒന്നാമത്തെ ചോദ്യം, ഐനുൻ ജമ്മ്, ഐന് എന്നുള്ളതിൻ്റെ ബഹുവചനം എന്താണ്? ആൻസർ ആയുൻ. രണ്ടാമത്തെ ചോദ്യം, ഐന വുലിദ ഹാഫിൽ ഇബ്രാഹിം, ഹാഫിൽ ഇബ്രാഹിം ജനിച്ചത് എവിടെ? ആൻസർ ഫി മിസ്ർ, മിസ്റിൽ. മൂന്നാമത്തെ ചോദ്യം, ഉക്തുബു ഷാദ്, മാ, കം, മിൻ, കൈഫ. ഇതിൽ ഗ്രൂപ്പിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. ആൻസർ മിൻ. മാ, കം, കൈഫ എന്നുള്ളത് അദവാത്തുൽ ഇസ്തിഫാമിയയിൽ പെട്ടതാണ്, ചോദ്യം ചോദിക്കാൻ ഉപയോഗിക്കുന്ന വാക്കുകളിൽ പെട്ടതാണ്. മിൻ എന്നുള്ളത് ഹർഫു ജെറിൽ പെട്ടതാണ്, ജെറിൻ്റെ ഹർഫിൽ പെട്ടതാണ് മിൻ. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പിൽ പെടാത്തത് മിൻ എന്നുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ 7ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. നാലാമത്തെ ചോദ്യം, മസ്മു വാലിദ് സ്റ്റീഫൻ ഹോക്കിംഗ്, സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പിതാവിൻ്റെ പേരെന്താണ്? ആൻസർ ഫ്രാങ്ക് ഹോക്കിംഗ്. അഞ്ചാമത്തെ ചോദ്യം, മാഹിയ അവ്വലു സൊഹീഫ അറബിയ, ആദ്യ അറബി പത്രം ഏതാണ്? ആൻസർ അൽ വഖായുൽ മിസ്രിയ. ആറാമത്തെ ചോദ്യം, കം അദദുൽ ഹുറൂഫുൽ മുലാറ, മുലാറത്തിന്റെ ഹർഫിന്റെ എണ്ണം എത്ര? ആൻസർ അർബ. 4 ഹർഫുകളാണ് മുലാറത്തിന്റെ ഹർഫുകൾ. അംസ്, യാ, താ, നൂന്. ഈ 4 എണ്ണമാണ് ആ ഹർഫുകൾ. ഏഴാമത്തെ ചോദ്യം, കാനത്വാലിബു ഡാഷ്, ബ്രാക്കറ്റിൽ നായിം എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കാന വന്നാൽ ഇസ്മിന് റഫ്, കാനയുടെ ഇസ്മ് ത്വാലിബ്, ത്വാലിബു എന്ന് കൊടുത്തിട്ടുണ്ട്, റഫാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ഖബറിൻ്റെ ഏറാബ് എന്തായിരിക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ നായിമിന് ഖബറിന് എന്തായിരിക്കും? നസ്ബായിരിക്കും. അതുകൊണ്ട് തന്നെ ആൻസർ നായിമൻ എന്നാണ്. എട്ടാമത്തെ ചോദ്യം, മാ ഹുവ മിഫ്താഹുൽ ഫൗസി വൽ ഫലാഹ്, ഇത് നമ്മുടെ താവുൻ എന്ന കവിതയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. എന്താണ് വിജയത്തിൻ്റെ താക്കോൽ? എന്താണ് ഫൗസിൻ്റെയും ഫലാഹിൻ്റെയും താക്കോൽ? എന്താണ്? ആൻസർ അത്താവുൻ. ഒൻപതാമത്തെ ചോദ്യം, ബിഹാർ മുഫ്രദ്, ബിഹാർ എന്നുള്ളതിൻ്റെ ഏകവചനം എന്താണ്? ആൻസർ ബഹർ. പത്താമത്തെ ചോദ്യം, മൻ കതബ നഹ്നു അത്ഫാലുൻ സിയാർ, നമ്മുടെ ടെക്സ്റ്റിലെ നഹ്നു അത്ഫാലുൻ സിയാർ എന്ന കവിത എഴുതിയത് ആരാണ്? ആൻസർ ഹാഫിൽ ഇബ്രാഹിം. 11ാമത്തെ ചോദ്യം, കുൽ വഷിറബ് വൽബസ് വതസദ്ദഖ് മിൻ ഗൈരി സറഫിൻ ഡാഷ്, ഹദീസിലെ വിട്ടുപോയ ഭാഗം ചേർക്കാനാണ്. വിട്ടുപോയത് വല മഹീല, പിശുക്കും ധാരാളിത്തവും കൂടാതെ സ്വതക്ക ചെയ്യാനും വസ്ത്രം ധരിക്കാനും ഭക്ഷിക്കാനും കുടിക്കാനുമാണ് ഇതിൽ പറയുന്നത്. ഇത് 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലുള്ള ഒരു ഹദീസാണ്. അപ്പോൾ ഇവിടെ വിട്ടുപോയത് വല മഹീല എന്ന ഭാഗമാണ്. ഇനി 12ാമത്തെ ചോദ്യം നോക്കാം. മൻ ഹുവ അബൂ വത്തുനിന, നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? ഉത്തരം മഹാത്മാഗാന്ധി. 13ാമത്തെ ചോദ്യം, മൻ യുലഖബു ബി ഉമർ സാനി, ഉമർ രണ്ടാമൻ
ഉമറുസാനി എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഉമർ ബിനു അബ്ദുൽ അസീസ്. 14ാമത്തെ ചോദ്യം, ഐന വുലിദ ഉമർ ബിനു അബ്ദുൽ അസീസ്? ഉമർ ബിനു അബ്ദുൽ അസീസ് ജനിച്ചത് എവിടെയാണ്? ഉത്തരം മിസർ. 15ാമത്തെ ചോദ്യം, മസ്മു സൗജ ഉമർ ബിനു അബ്ദുൽ അസീസ്? ഉമർ ബിനു അബ്ദുൽ അസീസിന്റെ ഭാര്യയുടെ പേരെന്താണ്? ആൻസർ ഫാത്തിമ. ഇതൊക്കെ 6ാം ക്ലാസ്സിലെ ടെക്സ്റ്റിലുള്ള ചോദ്യങ്ങളാണ്. ഇനി 16ാമത്തെ ചോദ്യം നോക്കാം. മൻ മുഅല്ലിഫ് അൽ ജബ്ർ വൽ മുഖാബല? അൽ ജബ്ർ വൽ മുഖാബല എന്ന പുസ്തകം എഴുതിയത് ആര്? അൽ ജബ്ർ വൽ മുഖാബല എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഖവാറസ്മി. 17ാമത്തെ ചോദ്യം, മൻ യൗറഫു ബി അബി തിബ്ബിൽ ഹദീസ്? ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ ഇബ്നു സീന. 18ാമത്തെ ചോദ്യം, ലൗനുൽ ഡേഷ് അസ്വദുൻ? ഉറാബ് എന്ന് ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുലാഫിൻ ഇലൈഹിയാണ്. ലൗനുൽ ഉറാബി എന്നാണ് വേണ്ടത്. ഉറാബിന് ഹർക്കത്ത് കൊടുക്കാനാണ് പറഞ്ഞത്. ഇതും 6ാം ക്ലാസ്സിലെ ഗ്രാമർ ഭാഗത്തിൽപ്പെട്ട ഒരു ഭാഗമാണ്. മുലാഫിൻ ഇലൈഹി എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിക്കണേ. 19ാമത്തെ ചോദ്യം, മൻ കതബ കിതാബുൽ മനാലിർ? കിതാബുൽ മനാലിർ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ഇബ്നുൽ ഹൈസം. 20ാമത്തെ ചോദ്യം, മൻ ഇഖ്തറ അൽ മിസ്ബാഹുൽ കഹ്റുബായി? ഇലക്ട്രിക് ബൾബ് കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ തോമസ് ആൽവ എഡിസൺ. 21ാമത്തെ ചോദ്യം, മൻ കാന മുഹരിറു ജരീദ അൽ അമീൻ? അൽ അമീൻ പത്രാധിപൻ ആരായിരുന്നു? ആൻസർ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്. 22ാമത്തെ ചോദ്യം, മാഹിയൽ ഹൈവാനുലത്തി ഇറാൻ നബിയു ഫി സ്വാരിഹി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ കുട്ടിക്കാലത്ത് മേച്ചിരുന്ന മൃഗം ഏതാണ്? ആൻസർ അലോനം. 23ാമത്തെ ചോദ്യം, മൻ ഹുവ അവ്വലു റയീസുൽ ജംഹൂരിയത്തുൽ ഹിന്ദ്? ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതി ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. 24ാമത്തെ ചോദ്യം, ത്വായിറുൻ റസ്മിയുൻ ലി കൈരല? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? ബൂക്കീർ അല്ലെങ്കിൽ അബൂക്കർന് രണ്ടും പറയും, വേഴാമ്പൽ. 25ാമത്തെ ചോദ്യം, മൻഹുവൽ മുലഖബ് ബിറജുലു തുയൂരുൽ ഹിന്ദി? ഇന്ത്യയിലെ പക്ഷി മനുഷ്യൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ സാലിം അലി. 26ാമത്തെ ചോദ്യം, മൻഹുവൻ നബിയോ അല്ലദീ ദുക്ര അക്സറ മറാത്തിൻ ഫിൽ ഖുർആൻ? ഖുർആനിൽ ഏറ്റവും കൂടുതൽ പേര് പറയപ്പെട്ട നബിയുടെ പേരെന്താണ്? ആൻസർ മൂസാ നബി അലൈഹിസലാം. 27ാമത്തെ ചോദ്യം, മൻഹുവ അബുൽ മലയാളമീയ? മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ആൻസർ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. 28ാമത്തെ ചോദ്യം, മൻഹുവ മുസന്നിഫ് അൽ മുവത്വ? അൽ മുവത്വ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? ആൻസർ ഇമാം മാലിക്. 29ാമത്തെ ചോദ്യം, ഉമർ ബിൻ അബ്ദുൽ അസീസ് മിനൽ ഖുലഫായി ഡാഷ്? ഉമർ ബിൻ അബ്ദുൽ അസീസ് ഏത് ഖലീഫമാരിൽ പെട്ടതാണ്? ഉത്തരം അമവിയീൻ. 30ാമത്തെ ചോദ്യം, മൻഹുവ വസീറുൽ കഹ്റുബ ഫി കൈരല ഹാലിയൻ? കേരളത്തിലെ ഇപ്പോഴത്തെ വൈദ്യുത മന്ത്രി ആരാണ്? ആൻസർ കെ കൃഷ്ണൻകുട്ടി. അൽമാഹിർ എക്സാമിന് സഹായകരമായ കൂടുതൽ ചോദ്യങ്ങൾ അടങ്ങിയ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. എക്സാം എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയാശംസകൾ നേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.